ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് 850 കോടി രൂപ നിക്ഷേപവുമായി ആസ്റ്റർ ഡിഎം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പനും ഡയറക്ടർ അനൂപ് മൂപ്പനും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആശുപത്രികളിലെ കിടക്കകളുടെ എണ്ണം കൂട്ടിയും പുതിയ പ്രോജക്ടുകളിലൂടെയും ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്താനാണ് തീരുമാനം. ഇതിലൂടെ 4200-ലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ആഗോള നിക്ഷേപക ഉച്ചകോടി കേരളത്തിന്റെ വ്യവസായ രംഗത്തിന്റെ നാഴികക്കല്ലെന്ന് KSIDC ചെയർമാൻ സി ബാലഗോപാൽ. നിക്ഷേപകരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്ന ഈ സംരംഭം ഒരു മൈൽ സ്റ്റോൺ ആണ്. അതായത് ഇവിടെ വന്നിരുന്ന നൂറുകണക്കിന് സംരംഭകരും ഇൻവെസ്റ്റേഴ്സും അവരുടെ പ്രൊപ്പോസൽസും എല്ലാം പരിശോധിച്ച് അതിൻ്റെ നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഡോസിയേഴ്സ് ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്സ് എന്താണെന്നൊക്കെ ഉള്ളതിന് ഓരോന്നിനും ഒരു സെല്ലും ഒരു ടീമും ഒക്കെ രൂപീകരിച്ച് വലിയൊരു പ്രക്രിയയാണ്. ഇനിയും എനിക്ക് തോന്നുന്നു KSIDCയും ഹോൾ വ്യവസായ വകുപ്പും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള വകുപ്പുകളൊക്കെ തന്നെ വിൽ ബി വെരി ബിസി ഫോർ ദി നെക്സ്റ്റ്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പം നാളെ ഇന്ന് വൈകിട്ട് തന്നെ ചിലർ മടങ്ങും, നാളെ വൈകിട്ട് ചിലവർ മടങ്ങും, ചിലർ 2-3 ദിവസം കൂടെ നിൽക്കും. ചിലപ്പോൾ അവരാരെങ്കിലും അതിൽ കുറേ പേര് MOUs ഒപ്പിടും ഒക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദി ക്രൂഷ്യൽ തിങ്. ബിക്കോസ് ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഇനീഷ്യേറ്റ് ചെയ്ത പ്രോസസ്സുകൾ കണ്ടിന്യൂസ് ആണ്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കും. നിക്ഷേപ സംഗമ ഉച്ചകോടിക്ക് വ്യവസായ ലോകത്തിന്റെ ഉപാധികളില്ലാത്ത പിന്തുണ എന്നായിരുന്നു MA യൂസഫ് അലിയുടെ പ്രതികരണം. I am sure this event will be a great platform to display Kerala's vibrant investment climate, strategic advantages and the huge opportunities for investors in this state. We should try to capitalize these opportunities Kerala offers to investors all over the world. I encourage every one of you to become strategic partners in this prosperity. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിദേശമന്ത്രിമാർ. ആഗോള നിക്ഷേപക ഉച്ചകോടിയിലാണ് UAE, ബഹ്റൈൻ മന്ത്രിമാരുടെ പ്രഖ്യാപനം. കേരളം മുന്നോട്ട് വയ്ക്കുന്നത് വലിയ സാധ്യതകളാണെന്ന് വിദേശമന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് വിദേശമന്ത്രിമാർ കേരളത്തിലെ നിക്ഷേപക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ചരിത്രപരമായ സാമ്പത്തിക പങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായ വളർച്ചയുണ്ടായിട്ടുണ്ടെന്നും ഇന്ത്യ UAEയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണെന്നും UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാരി പറഞ്ഞു. ഭക്ഷ്യസംസ്കരണം, ടൂറിസം, സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, ബഹിരാകാശം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ കേരളവുമായി സഹകരിക്കാൻ UAE താൽപര്യപ്പെടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. Tourism is the most important aspect. I've been to Kerala more than 8 to 9 times, twice on a business. This is one of them. But most of my time here in Kerala was for tourism. Talent and skills, Kerala is actually boosting actually the talent in the state. Fourth, healthcare. Healthcare and health tech and advancement of healthcare is an interest for the UAE's investment in from private sector and sovereign funds. ഉച്ചകോടിയിൽ 22-അംഗ സംഘത്തെയാണ് അൽമാരി നയിക്കുന്നത്. അതേസമയം ഭക്ഷ്യസുരക്ഷ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരളവുമായി പങ്കാളിത്തം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫുഖ്രു വ്യക്തമാക്കി. Today both Bahrain and India are experiencing transformational economic growth, and we see big opportunities for collaboration with Kerala specifically in the following sectors. First, technology and fintech. Bahrain, as many of you may know, is a regional leader in digital transformation and fintech innovation, and we encourage Kerala's tech entrepreneurs and IT firms to tap into the rapidly expanding Middle East market through Bahrain. Bahrain remains committed to deepening its ties with Kerala and India at large, ensuring our trade and investment relations continue to flourish and evolve. ഇതിനിടെ വ്യവസായി കരൺ അദാനിയും ഉദ്ഘാടന വേദിയിൽ നിർണായക പ്രഖ്യാപനം നടത്തി. 5 വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിൽ 30,000 കോടി നിക്ഷേപിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപവും ഇതിൽ ഉൾപ്പെടുമെന്നും കരൺ അദാനി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.